സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്കളങ്കന്മാരും ആയിരിക്കുകയില്ല. 2 പത്രോസ് 1:8 കടൽക്കണവ ഒരു വിചിത്ര ജീവിയാണ്. പാറയിലും കക്കയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവ മൃദുവായതും വെള്ളത്തിൽ ചലിക്കുന്നതുമായ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെ ആയിരിക്കും. ഒഴുക്കുജലത്തിൽ നിന്നും പോഷകം സ്വീകരിക്കുന്ന ഇവ സജീവമായൊരു യൗവനകാലശേഷം തികച്ചും നിഷ്ക്രിയമായി കഴിയുന്നു. ഭക്ഷണം കണ്ടെത്തുന്നതിനും ശത്രുവിൻ്റെ ആക്രമണം രക്ഷപ്പെടുന്നതിനും സഹായകമായി ബാൽമാക്രിക്കുള്ളതുപോലെ നട്ടലും തലയുമായിട്ടാണ് കടൽക്കണവയും ജീവിതം തുടങ്ങുന്നത്. ചെറുപ്പത്തിൽ അവ കടൽ മുഴുവൻ സഞ്ചരിക്കുന്നു. എന്നാൽ പ്രായപൂർത്തിയാകുമ്പോൾ മറ്റെന്തോ സംഭവിക്കുന്നു. സഞ്ചാരവും വളർച്ചയും അവസാനിപ്പിച്ച് പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു ഭീകരമായ സത്യം, അവ പിന്നീട് സ്വന്തം തലച്ചോറ് ആഹരിച്ച് ജീവിക്കുന്നു എന്നാണ്. നട്ടിലില്ല, ചിന്തകളില്ല, ഒഴുക്കിനൊത്തു പോകുന്നു. കടൽക്കണവയുടെ ഈ ജീവിതം നമുക്കുണ്ടാകരുതെന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. പക്വത എന്നത് നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക എന്നതാണ്. 2 പത്രോസ് 1:4 നിങ്ങളും ഞാനും വളരുന്നതിനാൽ വിളിക്കപ്പെട്ടവരാണ്. മാനസികമായി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയിലും ആത്മീയമായ നന്മ, സ്ഥിരത, ഇന്ദ്രിയജയം എന്നിങ്ങനെയുള്ള ഗുണങ്ങളിലും പ്രായോഗികമായ സ്നേഹം, ആദിസൽക്കാരം, കൃപാവരങ്ങൾ ഉപയോഗം എന്നിവയിൽ പുതിയ വഴികൾ കണ്ടെത്തിയും വളരണം. ഇപ്രകാരമുള്ള വളർച്ചയുണ്ടായ നാം ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. 2 പത്രോസ് 1:8 വളർച്ചയ്ക്കായുള്ള വിധി 70 വയസ്സുകാരനും ചെറുപ്പക്കാരനും ഒരുപോലെ ജീവൽപ്രധാനമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സമുദ്രം പോലെ വിശാലമാണ്. അതിൻ്റെ ഏതാനും വാരം മാത്രമേ നാം നീന്തിയിട്ടുള്ളൂ. പുതിയ ആത്മീയ സാഹസയാത്ര നടത്താം. ദൈവത്തിൻ്റെ അപാരമായ അഭേദ്യ ഗുണങ്ങളിലേക്ക് പഠിക്കുക, ശുശ്രൂഷിക്കുക, ദൗത്യങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെ വളരുക. നിങ്ങളുടെ ഏത് സ്വഭാവമാണ്, പ്രത്യേകതയിലാണ് ദൈവം വളർച്ച പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഏത് കൃപാവരമാണ് പുരോഗതി പ്രാപിക്കേണ്ടത്? അല്ലെങ്കിൽ എന്ത് പുരോഗത ശുശ്രൂഷ ദൗത്യത്തിലേക്കാണ് ദൈവം നിങ്ങളെ നടത്തുന്നത്? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിലേക്ക് അനുദിനം വളരുവാനുള്ള അത്യന്തമായ താല്പര്യം എന്നിൽ വർദ്ധിപ്പിക്കണമേ, സൃഷ്ടിക്കണമേ. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.